അടുത്താൾക്ക് ചോദ്യം ചോദിക്കാം. ആദ്യം സ്വയം പരിചയപ്പെടുത്ത പേര് പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഇൻ നസല ബിനാ അംറുൻ ലൈസ ഫീഹി ബയാനു അംരിൻ വലാ നഹീൻ. ഞങ്ങൾക്ക് പുതുതായി ഒരു കാര്യം ഞങ്ങളിലേക്ക് കടന്നു വന്നാൽ ലൈസ ഫീഹി അംറുൻ വലാ നഹീൻ, ആ ഒരു വിഷയത്തിൽ കൽപ്പനയോ വിരോധനയോ ഇല്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ വാദപ്രകാരം നബിദിനാഘോഷത്തിന് വ്യക്തമായ വിരോധനയും കൽപ്പനയും ഇല്ല. അങ്ങനെയാണെങ്കിൽ അലീബിനു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബീബ് റസൂലുള്ളാഹിയോട് ചോദിക്കാണ്, അള്ളാന്റെ റസൂലേ, അങ്ങ് ഞങ്ങളോട് എന്താണ് കൽപ്പിക്കുന്നത് എന്ന് അലിയാരി തങ്ങൾ റസൂലുള്ളാഹിയോട് ചോദിക്കാണ്. അപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞെന്താ, ശാവിറു ഫീഹി അൽ ഫുഖഹാ വൽ ആബിദീൻ. അങ്ങനെ വ്യക്തമായ നിങ്ങളുടെ വാദപ്രകാരം വ്യക്തമായ കൽപ്പനയും വിരോധനയും വരാത്ത നബിദിനാഘോഷം, ആ ഒരു വിഷയത്തിൽ നിങ്ങൾ ശാവിറു ഫീഹിൽ ഫുഖഹാ വൽ ആബിദീൻ, നിങ്ങൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാരോട് ചോദിക്കൂ, ആലിമീങ്ങളോട് ചോദിക്കൂ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഈ ഹദീസിന്റെ സ്വീകാര്യതയെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യണമെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ബഹുമാനപ്പെട്ട ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇമാമിങ്ങളോട് ചോദിക്കാം, നമുക്ക് പണ്ഡിതന്മാരോട് ചോദിക്കാം. ഒന്നാമതായി ബഹുമാനപ്പെട്ട ഹാഫിദുൽ അസർ ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് വ്യക്തമായി തന്നെ പറയുന്നു, വഖദ് ദഹറ ലി, എനിക്ക് ഇതിന് വ്യക്തമായ അടിസ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അത് എന്താ, വഹുവ മാ സബത ഫി സ്വഹീഹൈനി, ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. ഇതിനിക്ക് എന്റെ അടിസ്ഥാനം ഏതാണ്? അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം 10 നോമ്പ് കൽപ്പിച്ചല്ലോ, ആ ഒരു ഹദീസാണ് നബിദിനാഘോഷത്തിനുള്ള ഇതിനുള്ള ഒരു അസിലായി എനിക്ക് ലഭിച്ചത് എന്ന് ബഹുമാനപ്പെട്ട അസ്കലാനി ഇമാം പറയുന്നു. നമ്മളും നിങ്ങളും ഒക്കെ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനാണല്ലോ ഹാഫിദുൽ അസർ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അതേപോലെ തന്നെയാണ് പിൻകാലത്തുള്ള ഒരുപാട് അയിമത്ത്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഈ നേരത്തെ പറഞ്ഞ അസ്കലാനി ഇമാം പറഞ്ഞതിനെ കുറിച്ച് ഇമാം മുഹമ്മദ് ഇബ്നു യൂസുഫ് സ്വാലിഹി അശ്ശാമി ഹിജ്റ 944 വഫാത്തായ പണ്ഡിതനാണ്. സുബുൽ ഹുദ വറഷാദ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു ഖാസിമുൽ അബ്ബായി തങ്ങൾ തുഹഫയുടെ ആശയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ശർവാനിയും എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. തർശീഹിലുണ്ട്, ശിഷ്യനായ ഇമാം സുയൂത്തിയും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവമാണിത്. അതേപോലെ തന്നെ ഒരുപാട് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉമർ ബഹ്റത്ത് അൽ ഹളമി ഹിജ്റ 900 ജീവിച്ച പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ അവിടുത്തെ കിതാബായ ഹദായിഖുൽ അൻവാർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസത്തിന് ആഘോഷമാക്കണമെന്നാണ് ഇമാം ബഹ്റത്തുൽ ഹളമി പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ ജസരി എന്ന് പറയുന്ന ശംസുദ്ദീൻ ഇബ്നുൽ ജസരി ഖിറാഅത്തിന്റെ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും ഖിറാഅത്ത് പഠിച്ചിരുന്ന ആ ഒരു പരമ്പരയിലുള്ള ഇബ്നുൽ ജസരി എന്താ പറഞ്ഞത്? ഒരു വർഷമെങ്ങാനും നബിദിനം ആഘോഷിച്ചാൽ ആ വർഷത്തിൽ ഒരു മുസീബത്തും ഉണ്ടാകുകയില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ഹൈതമി അവർ ഇത്മാമുൻ നിഅമത്തുൽ കുബ്രയിൽ ഇത് ഉദ്ധരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഇനിയുമുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ തന്നെ അവിടെ വിശദീകരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ എല്ലാം ഒരു കിതാബിൽ നിന്ന് പോകുന്നതാണ്. കുറെ എണ്ണി പറഞ്ഞ ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞ സ്വാലിഹി ആയിക്കോട്ടെ, അതിന് ശേഷം എന്നെ ആരായിക്കോട്ടെ, ഈ സ്വാലിഹി ആരാ? സുയൂത്തിന്റെ ശിഷ്യനാ. നിങ്ങൾ സുയൂത്തിയെ പോയ സ്വാലിഹിക്ക് പോയതാണല്ലോ. അദ്ദേഹം സ്വാലിഹി സുബുൽ ഹുദാ വർ റഷാദ് സുയൂത്തി പറഞ്ഞ അങ്ങ് എടുത്തു കൊടുത്തൊക്കെയാണ്. സുയൂത്തിന്റെ ഈ കിതാബ് അതിനൊക്കെ അസുര്. ഇതിനപ്പുറത്ത് ഒരു മോദേക്കും കൊണ്ടുവരാൻ കഴിയില്ല. എനിക്കറിയില്ല. പതി ഞാൻ അസ്കാനെ എവിടെ പറഞ്ഞു അത് കിട്ടൂല, ഞങ്ങൾക്കും കിട്ടൂല, ആർക്കും കിട്ടൂല. പറഞ്ഞു അസ്കലാനി എവിടെ പറഞ്ഞു അത് ഞമ്മക്കും അറിയില്ല, ഞങ്ങൾക്കും കിട്ടിയില്ല എന്നുള്ളത്. എന്നാൽ മൗലവി മനസ്സിലാക്കണം, ഫൈസൽ സാർ ശരിക്കും മനസ്സിലാക്കണം, അത് നിങ്ങൾക്ക് ലഭിക്കാത്തതുള്ളൂ. സുന്നികളായ ഞങ്ങൾക്ക് അസ്കലാനി അത് എവിടെ പറഞ്ഞു എന്ന് ഞങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട ഇമാം അസ്കലാനി അവിടുത്തെ സന്തത സഹചാരിയായ ബഹുമാനപ്പെട്ട ഹാഫിദുസ് സഹാവി അവിടുത്തെ മരിക്കുന്നത് വരെ അസ്കലാനി ഇമാം വഫാത്താകുന്നവരെ കൂടെ നടന്ന വഫാത്ത് വരെ ലാസിമായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട സഹാബി ഇമാം പറയാണ്, എന്നോട് എന്റെ ഉസ്താദ് പറഞ്ഞു, ഹിജ്റ 802 ഹിജ്റ 902 ഇമാം സഹാബി വഫാത്താകുന്നത്. ഇമാം സുയൂത്തിക്ക് മുമ്പ് ആരെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ടോ? സുയൂത്തിയിൽ നിന്നാണ് ഇതെല്ലാം പോന്നത് എന്നാണ് ഇവിടെ ഫൈസൽ സാർ പറഞ്ഞത്. അല്ല, സുയൂത്തി ഇമാമിന്റെ മുമ്പ് തന്നെ അസ്കലാനി ഇമാമിൽ നിന്ന് ഓതി പഠിച്ച അവിടുത്തെ ലാസിമാക്കിയ ഹാഫിദുസ് സഹാവി അവിടുത്തെ അൽ അജ്വിബത്തുൽ മർദിയ ഫീമാ സുഇല സഹാവി അൻ അസ്ഇലത്തിൻ നബവിയ എന്ന് പറയുന്ന തന്റെ ഫതാവയിൽ പറയുന്നു, എനിക്ക് എന്റെ ഉസ്താദിൽ നിന്ന് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന്. പിന്നെ ഹാഫിദുദ് ദുനിയ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പോലും പറഞ്ഞെന്താ? മൗലിദ് ആസുര ബിദ്അത്താണ്.
അതിൽ നന്മ മാത്രം എടുത്ത് അത് നന്മ മാത്രം ചെയ്യുകയാണെങ്കിൽ അത് നല്ല വിധേയത്താണ്. ഞങ്ങൾ പറഞ്ഞ് നല്ലതാവട്ടെ ചീത്തവട്ടെ ഒരു വിധേയത്വം വേണ്ടെന്നാ ഞങ്ങളെ വാദം, ഒരു വിധേയത്വം വേണ്ട. ബിദ്അത്തുൻ ഹസനയാണ് എന്നല്ലേ? ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ അങ്ങനെ ബിദ്അത്താണ് എന്ന് പറഞ്ഞ് തള്ളി ഒഴിവാക്കാനുള്ളതാണോ? നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ബഹുമാനപ്പെട്ട അബൂ ശാമ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഫൽ ബിദ്അത്തുൽ ഹസനതു മുത്തഫഖുൻ അലാ ജവാദി ഫിഅലിഹാ വൽ ഇസ്തിഹ്ബാബി ലഹാ വറജാഇ സവാബി ലിമൻ ഹസനിയതുഹു. അതെ, ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ, ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ അത് ജായിസാണെന്നുള്ള വിഷയത്തിൽ ഇത്തിഫാഖുണ്ട്, പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായമുണ്ട്. അതെ, അത് സുന്നത്താണെന്ന വിഷയത്തിലും ബിദ്അത്തുൽ ഹസന മുത്തഫഖുൻ അലൈഹിയാണ്, അത് സുന്നത്താണെന്ന വിഷയത്തിൽ ഞങ്ങൾ സുന്നികളാണ്. ബഹുമാനപ്പെട്ട അബൂ ശാം പറഞ്ഞു അത് സുന്നത്താണ് എന്ന്, ഞങ്ങൾ അതനുസരിച്ച് അമൽ ചെയ്യുന്നു. ബിദ്അത്തുൽ ഹസന ബിദ്അത്താണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനല്ല പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, അത് സുന്നത്താണ് എന്നാണ് പഠിപ്പിച്ചത്. ഇനിയുമുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയും പറഞ്ഞു അത് സുന്നത്തുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇബ്നു ഖാസിം തങ്ങളും ശർവാനിയും തെർഷിയും ഇവരെല്ലാവരും പറയുന്നു ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനുള്ളതല്ല, അത് സുന്നത്താണ് എന്ന്. ബഹുമാനപ്പെട്ട ഇമാം ശാമിയും പറഞ്ഞു. മുഹമ്മദ് ഇബ്നു യൂസുഫ് സ്വാലിഹി അശ്ശാമി 1944 വഫാത്തായ പണ്ഡിതനാണ്. അസ്സവാബു അന്നഹു മിനൽ ബിദ്അത്തിൽ ഹസനത്തിൽ അൽ മൻദൂബതി, സുന്നത്താക്കപ്പെട്ടതായ ബിദ്അത്തുൽ ഹസനയിൽപ്പെട്ടതാണ് എന്ന് ഇമാം ശാമിയും പറഞ്ഞു. അതേപോലെ തന്നെ ജാമിഉൽ ആസാർ, ലോകപ്രസിദ്ധ പണ്ഡിതനായ ഇബ്നു നാസിറുദ്ദീൻ ദിമിഷ്കിയുടെ ഗ്രന്ഥമാണ്, അതിലും പറഞ്ഞു ബിദ്അത്തുൻ ഹസനത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്താണ് എന്ന് പറഞ്ഞു. ഫത്ഹുൽ മുബീനിൽ ഇബ്നു അദിൽ ഹൈതമിയും പറഞ്ഞു ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ സുന്നത്താണ് എന്നാ പറഞ്ഞത്. ഈ അനദു ത്വാലിബീൻ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് അയിമത്ത് പറഞ്ഞു. ഇനി ഫുഖഹാക്കളോട് ചോദിക്കുക, ആബിദിനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കിയിട്ട് ചോദിക്കാനാണോ? അല്ലല്ലോ. ആ ഹദീസ് സ്വഹീഹോ അത് വേറെ പോട്ടെ, എന്തായിക്കോട്ടെ. ഹദീസ് ഓതിയിരുന്നു ശാബിറു ഫീഹിൽ ഫുഖഹാ വൽ ആബിദീൻ, അതിനെക്കുറിച്ച് സ്വഹീഹാണോ എന്ന വിഷയം പോട്ടെ എന്ന്, അങ്ങനെ പോകാനുള്ളതല്ല ഇത്. ബഹുമാനപ്പെട്ട ഇമാം നൂറുദ്ദീൻ ഹൈസമി മജ്മുഉ സവായിദിൽ പറയുന്നു ഇതിന്റെ പരമ്പര സുദൃഢമാണ് എന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം അൽ ഹിന്ദി അവിടുത്തെ കൻസുർ റാഗബിൽ 1900 പണ്ഡിതനാണ്, അവരും പറയുന്നു ഇതിന്റെ പരമ്പര സുദൃഢമാണ് എന്ന്. അങ്ങനെ അയിമ്മത്ത് പറഞ്ഞാണെന്ത് ശാബിറു ഫീഹിൽ ഫുഖഹാ വൽ ആബിദീൻ, അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇബ്നുൽ ജസരി പറഞ്ഞു എന്ത്, ഇത് ഒരാൾ മൗലിദ് ആഘോഷിച്ചാൽ എന്താണ് ആ കൊല്ലൊരു മുസീബത്ത് ഉണ്ടാവില്ല എന്ന്. ഇബ്നു ഹജർ തങ്ങളെ ഇത്മാമുൽ നിഅമത്തിൽ കുബ്ര മറച്ചു നോക്കിങ്ങള്. ശരി ശരി, അൽഹംദുലില്ലാഹ്, ആള് ഉഷാറാണല്ലോ, വിചാരിച്ച പോലെ ഒന്നുമല്ല.